സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൂക്കുകയർ ഇടാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. കാരണം അവരുടെ ആത്മമായ ശക്തിയും കാരുണ്യ പ്രവർത്തനങ്ങളും അധികാര സ്വാധീനവും ഊഹിക്കുന്നതിലും ഏറെയാണ്. 34 രൂപതകൾ ഒന്നിച്ചു നിന്നാലും എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ മെത്രാന്മാർ വന്നാലും ചെയ്യാൻ പറ്റില്ല. സഭയെയും ജനങ്ങളെയും പീഡിപ്പിക്കാൻ ഒരു മെത്രാനെയും അനുവദിക്കില്ല. വെറുതെ ഇരുന്നു കൊണ്ട് മോങ്ങിയിട്ടും കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത വിട്ടുപോയാൽ പിന്നെ എന്തുണ്ട് സീറോ മലബാർ സഭയ്ക്ക് പറയാൻ? എറണാകുളം അങ്കമാലിയുടെ ശക്തി അതാണ്. വെറുതെയല്ല അവർ പിടിച്ചിരിക്കുന്നത്. അവരുടെ ശക്തിയാണ്, പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആലഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ വിചാരം. അവരിഷ്ടം പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്തോരം പണം അവർ ധൂർത്തടിച്ചു. യാഥാർത്ഥ്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളെല്ലാം അവരുണ്ടാക്കിയതാണ്. പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ വഷളാക്കി ദൈവജനത്തെ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്തത്. കൂടുതൽ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്ന കുർബാന ചൊല്ലിയാൽ എന്താണ് കുഴപ്പം? ഈ സഭയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സഭയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്രാന്മാർ ശ്രമിച്ചത്. വിശ്വാസികളുടെ പിച്ചച്ചട്ടിയിൽ നിന്നും ഇങ്ങനെയൊക്കെ കൈയിട്ട് വാരാം എന്ന വിഷയത്തിൽ PhD എടുത്തവരാണ് ഈ മെത്രാന്മാർ. വിശ്വാസമുള്ള തലമുറ നഷ്ടപ്പെടുന്നു എന്ന് ഒരു കൂട്ടർ വിലപിക്കുമ്പോൾ ഭക്തിയോടെ പള്ളിയിൽ വരുന്നവർ ദശാംശം കൊടുക്കില്ലെന്ന് പോലും ചില ദൈവികർ പറയാതെ പറയുന്നു. അതിനു കർത്താവിനെയും കൂട്ടുപിടിക്കുന്നു. ആവശ്യമില്ലാത്ത ഈ തർക്കങ്ങളും വഴക്കുകളും കാരണം വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസിലേക്കും മറ്റു കൾട്ട് ഗ്രൂപ്പിലേക്കും പോകുന്നത് കാണാതെ പോകരുത്. അതുകൊണ്ട് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവാദം നൽകി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കണം.